ഇന്നത്തെ വിഭവം ഉലുവക്കീരയും ചെറുപയറും കൂടെയുള്ള തോരനാണ്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അതെല്ലാവരും ചെയ്ത് നോക്കൂടോ. എങ്ങനെയെന്ന് നോക്കാൻ വരൂ കൂട്ടുകാരെ. ഇത് നോക്കൂ കുഞ്ഞുങ്ങളെ, ഇത് ഉലുവക്കീരയാണ്. ഉലുവ മുളപ്പിച്ചെടുത്ത ചീരയാണ്. ഇത് ഷുഗറുകാർക്കൊക്കെ വളരെ ഗുണകരമാണ്. ഇത് നമുക്ക് ഇത് വെച്ചൊരു കൂട്ടുകറി തയ്യാറാക്കാം. ഈ ചീരയുടെ തണ്ട് കളഞ്ഞെടുക്കണം. ഈ വേരും തണ്ടെല്ലാം കളഞ്ഞെടുത്ത് ഈ ഇലയും തണ്ടും ഇങ്ങനെ മുറിച്ചെടുത്താൽ നമുക്കത് മണ്ണ് ധാരാളം ഉള്ളതാണ്. ഈ ചെടിയിൽ ഉലുവ മുളപ്പിച്ചെടുത്ത ചീര അടിപൊളി ടേസ്റ്റിയാണിത്. ഇങ്ങനെ എല്ലാം മുറിച്ചെടുത്തു. ഇനി ഇത് നമുക്ക് വേണ്ട, വേരൊക്കെ കളയാം. ഇനി ഇത് നന്നായി വെള്ളത്തിലിട്ട് 4 തവണ കഴുകിയെടുക്കണം. അതിനുശേഷം മുറിച്ചെടുത്ത് തോരൻ ഉണ്ടാക്കാം, ദാൽ കറി ഉണ്ടാക്കാം. ചെറുപയർ പരിപ്പോ സാദാ പരിപ്പോ ഉപയോഗിച്ച് തയ്യാറാക്കാം. കുറച്ച് ചെറുപയർ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതെടുത്ത് നമുക്ക് വേവിക്കാനെടുക്കാം. ഇത് കഴുകിയെടുത്ത് വേവിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഉലുവക്കീര കഴുകിയെടുത്ത് മുറിച്ചെടുത്ത് ഇതിനെ വേവിക്കാൻ വയ്ക്കാം. ഇത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നാളികേരം, ഉള്ളി, പച്ചമുളക് ഓരോന്നായി ചേർക്കാം. ഉള്ളി മൂത്ത ശേഷം നാളികേരം ചേർക്കാം. നാളികേരം മൂത്തിട്ടുണ്ട്. ഇനി ചീര ആഡ് ചെയ്യാം. ചീര വെന്തപ്പോൾ കുറച്ചായിരുന്നു. ഇളക്കി കൊടുക്കാം. ചെറുപയർ വേവിച്ചത് ആഡ് ചെയ്യാം. ഇളക്കി കൊടുക്കാം. ആയിട്ടുണ്ട്. തോരനായിട്ടുണ്ട്. ഉലുവയിലയും ചെറുപയറും കൂടെയുള്ള തോരൻ നല്ല ടേസ്റ്റി ഉണ്ട് കേട്ടോ. കീര കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. ചപ്പാത്തിയുടെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടി കാണിക്കാതെ ചെയ്യണേ. Bye.